ഹലോ, മദർ യൂണിവേഴ്സിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും ഹാപ്പി ആയിരിക്കുന്നു, ഹെൽത്തി ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എന്താഗ്രഹത്തോടു കൂടിയാണോ നിങ്ങൾ എൻ്റെ വീഡിയോ ഓപ്പൺ ചെയ്തിരിക്കുന്നത്? സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ ദൈവം നിങ്ങളുടെ ആഗ്രഹമെല്ലാം സാധിച്ചു തന്നതിനായി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു. ഓക്കെ, നമുക്ക് നോക്കാം. ഈ ഒരു ഫുൾ മൂണിന് ശേഷം ഇന്ന് 12 ദിവസം ഈ ഒരു ഫുൾ മൂണിൻ്റെ എനർജി അതുപോലെ തന്നെ കാണും. ഓക്കെ, നമുക്ക് ഈ ഒരു ഫുൾ മൂണിന് നിങ്ങളുടെ എനർജി എങ്ങനെയാണ് എന്ന് നോക്കാം. നിങ്ങളുടെ എനർജി, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ എനർജി, സാമ്പത്തികപരമായിട്ടുള്ള എനർജി. ഓക്കെ, 3 എനർജികളാണ് നോക്കുന്നത്. ആദ്യം നിങ്ങളുടെ എനർജിയാണ് നോക്കുന്നത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ ഈ ഫുൾ മൂണുമായി ബന്ധപ്പെട്ടുള്ള എനർജി എന്താണ്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്ത് എനർജിയിൽ കൂടിയാണ് എൻ്റെ വ്യൂസ് കടന്നു പോകുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. മൂണിൻ്റെ കാർഡ് തന്നെയാണ് വന്നിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂണിൻ്റെ സമയത്ത് എല്ലാ വ്യക്തികളിലും കൂടുതൽ ഇമോഷനായിട്ടുള്ള കാര്യങ്ങളാണ് ഉണ്ടാകുന്നത്. എന്തെന്നില്ലാത്ത വിഷമങ്ങളും കരച്ചിലും പഴയ കാര്യങ്ങൾ, ഒരു 10 വർഷം മുമ്പുള്ള കാര്യങ്ങൾ പോലും ഓർമ്മയിൽ വന്ന് സങ്കടപ്പെടുന്ന ഒരു എനർജിയിൽ കൂടിയാണ് ഈ ഒരു സമയത്ത് ഫുൾ മൂണ്, ന്യൂ മൂൺ സമയത്തൊക്കെ. ന്യൂ മൂണിൽ ഇത്രയും പ്രശ്നം വരത്തില്ല. ഫുൾ മൂണിൻ്റെ ടൈമിൽ ഒരുപാട് ഇമോഷണൽ പ്രശ്നങ്ങളാണ് ചില വ്യക്തികളിലേക്ക് അട്രാക്റ്റ് ആകുന്നത്. ഓക്കെ, ചില വ്യക്തികൾക്ക് മാതാവുമായി ബന്ധപ്പെട്ട്, അമ്മയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഏതെങ്കിലും രീതിയിൽ അസുഖങ്ങളോ അവരേതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്നതിനോ അല്ലെങ്കിൽ അവർക്ക് വയ്യാതാകുന്നതോ ആയിട്ടുള്ള ഒരു എനർജി കൂടി ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അമ്മയുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. അമ്മയോ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വയ്യാതാകുക, തലവേദന, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ, BP-യുമായിട്ട്, ബ്ലഡ് പ്രഷറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ. കാരണം നമ്മുടെ ഫുൾ മൂൺ സമയത്ത് നമ്മുടെ സമുദ്രനിരപ്പ് തന്നെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സമുദ്രനിരപ്പിൽ വെള്ളം ഉയരുന്നതായി കാണാം. നമ്മുടെ കിണറ്റിലെ വെള്ളം അത് ഉയരുന്നതായി കാണാം. നമ്മുടെ ശരീരത്തിലെ രക്തസമ്മർദ്ദം അത് ഉയരുകയും താഴുകയും ഒക്കെ ചെയ്യുന്ന ഒരു വേരിയേഷൻ എന്തായാലും ഉണ്ടാകുന്ന ഒരു സമയമാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ചില വ്യക്തികളുടെ ബ്ലഡ് പ്രഷറൊക്കെ ഹൈ ലെവലിലോട്ടും ലോ ലെവലിലോട്ടും പോകുന്നതായി കാണാം. ഓക്കെ, അപ്പം നിങ്ങളെ സംബന്ധിച്ച് ഈ ഒരു ഫുൾ മൂണിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് നോക്കട്ടെ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 7, 2, 18, 9, 20, 2, 5, 10, 1, 5. ഓക്കെ, ഈ നമ്പർ നിങ്ങളുടെ റിലേഷനുമായിട്ട് ഏതെങ്കിലും രീതിയിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 7 വന്നിരിക്കുന്നത്? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ അടുത്ത സമയത്തായി നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ച ഒരു ചതിയുടെ കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ചില നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ ഇന്നലെ അല്ലെങ്കിൽ ഇന്നുമായിട്ട് വിഷമിക്കുന്ന ഒരു എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില സാമ്പത്തിക നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു. നിങ്ങളുടെ ജോലി സംബന്ധമായിട്ടോ ബിസിനസ് സംബന്ധമായിട്ടോ നിങ്ങൾക്കുണ്ടായ നഷ്ടത്തെ ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്ന ഒരു എനർജി ഈ ഉണ്ടായി. നിങ്ങൾക്ക് ചില വ്യക്തികളിൽ നിന്ന് ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടുണ്ട്. ചില വ്യക്തികൾ നിങ്ങളെ ബ്ലോക്ക് ആക്കിയിട്ടുണ്ട്. ചില സ്ഥലത്ത് നിന്ന് നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പം നിങ്ങളെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളെ ഈ ഒരു സമയത്തായിട്ട് ഒരുപാട് ഇമോഷണൽ അറ്റാക്ക് ചെയ്തതായി കാണുന്നു. ഓക്കെ, അടുത്ത വന്നിരിക്കുന്നത് ഹൈ പ്രീസ്റ്റസിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ഇന്നർ വോയിസ് ലഭിച്ചിരിക്കുന്നു. ചില വ്യക്തികൾക്ക് ടാരോ റീഡിങ് പോലെയുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഇൻട്രസ്റ്റ് തോന്നുന്നു. അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനും വായിക്കുന്നതിനും വ്രതം എടുക്കുന്നതിനും ഒക്കെയുള്ള ഒരു ഇൻട്രസ്റ്റ് തോന്നുന്നതായി കാണുന്നു. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. നല്ല രീതിയിൽ മൂഡ് സ്വിങ്സ് ഉണ്ടായിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇതിലും മൂണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. മൂണാണ് ഇവിടെ നല്ല രീതിയിൽ ഡിപ്രഷൻ ബാധിച്ചിരിക്കുന്ന ചില വ്യക്തികളെ കാണുന്നു. ഒന്നും ചെയ്യാൻ കഴിയാതെ മാനസികമായി തളർന്നു നിൽക്കുന്നു. സാമ്പത്തികമായിരിക്കാം, റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെ ആണെങ്കിലും നിങ്ങൾ വളരെ മൂഡ് സ്വിങ്സിലേക്ക് കടന്നു പോയിരിക്കുന്നതായി കാണുന്നു. നിങ്ങൾക്ക് ചില കാര്യങ്ങൾക്ക് അവ്യക്തമായി തീർന്നിരിക്കുന്നതായി കാണുന്നു. ഓക്കെ, എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഉള്ളിൽ ഒതുക്കുന്ന ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. അമ്മയുമായി ബന്ധപ്പെട്ട് 2 നമ്പർ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയാണ്. ചന്ദ്രനെ സൂചിപ്പിക്കുന്നത് അമ്മയ്ക്കാണ്. ഓക്കെ, അമ്മയുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു വിഷമം നിങ്ങളെ ബാധിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ഒരുപാട് ഡിപ്രഷൻ ഉണ്ടായിരിക്കുന്നതായി കാണുന്നു. ഒന്നുകിൽ ഇത് അമ്മയ്ക്ക് സംഭവിച്ച ഒരു കാര്യമായിരിക്കാം. ഓക്കെ,
താങ്ക് യു യൂണിവേഴ്സ്. അടുത്തത് വന്നിരിക്കുന്നത് മൂണിൻ്റെ കാർഡ് തന്നെയാണ്. ചില വ്യക്തികൾ നിങ്ങളെ ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിച്ച് നിങ്ങൾക്ക് വിഷമം നൽകിയതായി കാണുന്നു. തേർഡ് പാർട്ടി സിറ്റുവേഷനെ ഓർത്തിട്ട് നിങ്ങൾ വിഷമിക്കുന്നതായി കാണുന്നു. നിങ്ങളുടെ മനസ്സിൻ്റെ ബാലൻസ് തെറ്റി നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. പേജ് ഓഫ് കപ്പിൻ്റെ എനർജി. നിങ്ങൾ ചില വ്യക്തികൾക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചില ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. ഭാഗത്ത് നിന്നും ഒരു ഓഫറിന് വേണ്ടി കാത്തു നിൽക്കുന്നു. അത് നിങ്ങൾക്ക് കിട്ടാത്തതിൽ മറ്റ് ചില വ്യക്തികൾ നിങ്ങളെ ദുഃഖിപ്പിക്കുന്നതായി കാണുന്നു. നിങ്ങളെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയുന്നത് ഒരു റിലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിൻ്റെ ഭാഗത്തു നിന്ന്, പുരുഷൻ്റെ ഭാഗത്തു നിന്നായിരിക്കാം നിങ്ങൾക്ക് ഈ ഒരു വിഷമം നേരിട്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്നത് പുരുഷന്മാരാണെങ്കിൽ നിങ്ങൾക്കും ഒരു പുരുഷൻ്റെ സൈഡിൽ നിന്നാണ് നിങ്ങൾക്കൊരു മാനസിക വിഷമം നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവരുടെ വാക്കുകളായിരിക്കും നിങ്ങൾക്ക് ഈ വിഷമം നേരിട്ടിരിക്കുന്നത്. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. ഇവിടെ വീണ്ടും ഒരു 5 ഓഫ് സോഡിൻ്റെ എനർജി വന്നിരിക്കുന്നു. സാഹചര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ പ്രതികൂല സാഹചര്യത്തിൽ കൂടിയാണ് കടന്നു പോകുന്നത്. ഓക്കെ, ഇവിടെ ഒരു ചീറ്റിങ്ങിൻ്റെ മാനസികമായിട്ടുള്ള ഒരു തളർച്ചയുടെ എനർജിയാണ് വന്നിരിക്കുന്നത്. ഒരു പക്ഷേ ഈ അടുത്ത സമയത്തോ അല്ലെങ്കിൽ അടുത്ത മാസങ്ങളിലോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ടുള്ള ഒരു ചിന്ത നിങ്ങളെ വീണ്ടും വീണ്ടും അലട്ടുന്നു. ഒരു ചിലപ്പോൾ 5 മാസത്തിന് മുമ്പായിരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു വലിയ ചീറ്റിങ് അല്ലെങ്കിൽ ഒരു മാനസിക പ്രശ്നം നിങ്ങളെ തോൽപ്പിക്കുന്ന രീതിയിൽ നിങ്ങൾ ചില സ്ഥലങ്ങളിൽ നിങ്ങൾ തോറ്റുപോയ ഒരു നിമിഷം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടായിരിക്കും. അത് നിങ്ങളെ ഈ അടുത്ത ദിവസമായിട്ട് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ച് നിങ്ങൾക്കൊരു വിഷമം ഉണ്ടാക്കുന്ന ഒരു എനർജി വന്നിരിക്കുന്നു. അത് നിങ്ങളുടെ മനസ്സിൽ നിന്നും കടന്നു പോകാതെ അത് വീണ്ടും വീണ്ടും നിങ്ങളുടെ ചിന്തയിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, അത് ഈ ഒരു മൂണിൻ്റെ എനർജിയുമായി ബന്ധപ്പെട്ട് പോയ കാര്യങ്ങളൊക്കെ വീണ്ടും വന്ന് നിങ്ങളെ അലട്ടുന്ന ഒരു സമയമാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക എക്സ്പെൻസ് ഇവിടെ ഉണ്ടായതായി കാണുന്നു. പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. 10 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. ചില സാമ്പത്തിക കാര്യത്തിൽ കുടുംബവുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക കാര്യങ്ങളിൽ നിങ്ങൾക്ക് 5 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. ചില കാര്യങ്ങൾ എക്സ്പെൻസ് വന്നിരിക്കുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ചില വ്യക്തികളെ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് വിഷമങ്ങൾ തോന്നുന്നു. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുമിച്ചല്ല എങ്കിൽ അതിനെ ഓർത്ത് ഭർത്താവിനെയോ അല്ലെങ്കിൽ വൈഫിനെയോ ഓർത്തിട്ട് നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ തോന്നിയ ഒരു നിമിഷമായി തോന്നുന്നു. നിങ്ങളുടെ ഹാങ്ങഡ് സിറ്റുവേഷനാണ്. നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുവാൻ കഴിയാത്ത വണ്ണം നിങ്ങളിങ്ങനെ തളർന്ന് നിൽക്കുന്നതായിട്ടുള്ള ഒരു എനർജിയിൽ കൂടിയാണ് കടന്നു പോകുന്നത്. എന്നാൽ യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു അവയർനെസ് ലഭിക്കുന്നുണ്ട്. ഓക്കെ, പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് യൂണിവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഒരു പോസിറ്റീവ് എനർജി വരാനുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട്. 5 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജി കാണുന്നുണ്ട്. നിങ്ങൾക്ക് ചില സാമ്പത്തികം നഷ്ടപ്പെട്ടതായി കാണുന്നു. ഓക്കെ, നിങ്ങൾ ചില വ്യക്തികൾക്ക് കൊടുത്ത പൈസ നിങ്ങൾക്ക് തിരിച്ച് കിട്ടാതെ ഇരിക്കുന്നതിൽ നിങ്ങൾ വിഷമിക്കുന്നതായി കാണുന്നു സാമ്പത്തികവുമായി ബന്ധപ്പെട്ട്. ഓക്കെ, പേജ് ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ എങ്ങനെ ഈ ഒരു സാഹചര്യം കടന്നു പോകുമെന്ന് ഓർത്ത് നിങ്ങൾ വിഷമിക്കുന്നു. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അല്ലെങ്കിൽ അസുഖവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അസുഖത്തിലായിരിക്കാം നിങ്ങളുടെ വീട്ടിലോ നിങ്ങൾക്കോ എന്തെങ്കിലും അസുഖവുമായി ബന്ധപ്പെട്ട് ചില വ്യക്തികൾക്ക് സാമ്പത്തികം കൊടുക്കാനോ വാങ്ങാനോ ഉണ്ടായിരിക്കാം. അപ്പം അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ കടന്നു പോകും എന്നതിലോർത്ത് നിങ്ങൾ ടെൻഷൻ ആകുന്നതായി കാണുന്നു. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഓവറോൾ എനർജി എന്ന് പറയുന്നത് നിങ്ങൾ യൂണിവേഴ്സുമായിട്ട് നിലവിളിക്കുന്നതായിട്ടുള്ള ചില എനർജിയാണ് വന്നിരിക്കുന്നത്. ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഇവിടെ വന്നിരിക്കുന്നു. പഴയ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുമ്പോൾ കഴിഞ്ഞ ജന്മത്തിലെ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ പാസ്റ്റിൽ കഴിഞ്ഞു പോയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ഓർമ്മയിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് ഹീലാകാതെ ഇരിക്കുന്ന ഒരു സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ കാര്യങ്ങൾ മനസ്സിൽ ഓർത്തെടുത്ത് കരയുന്നതായിട്ടുള്ള ചില നിമിഷങ്ങൾ നിങ്ങൾക്ക് ഉള്ളതായി കാണുന്നു. ഓക്കെ, ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതെന്ന് നോക്കുക. നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും. ഫുൾ മൂണിൽ വന്നിരിക്കുന്നതായിട്ടുള്ള എനർജി എന്താണ്? പ്ലീസ് കേൾ മീ മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഫുൾ മൂണിൽ വന്നിരിക്കുന്ന എനർജി എന്താണ്? ഗോ വിത്ത് ഫ്ലോ. ദേഷ്യം, എംപററിൻ്റെ കാർഡ്, 10 ഓഫ് കപ്പ്, ടവർ, 2 ഓഫ് കപ്പ്, നൈറ്റ് ഓഫ് കപ്പ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 7 ഓഫ് പെൻറ്റിക്കിൾ. ഓക്കെ, ഇവിടെ ഒരു വെയിറ്റിങ്ങിൻ്റെ എനർജിയാണ് ഓവറോൾ വന്നിരിക്കുന്നത്. ചില കാര്യങ്ങളിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടിയിട്ട് വെയിറ്റിങ്. ഓക്കെ, ഇവിടെ വന്നിരിക്കുന്ന നമ്പേഴ്സ് 4, 10, 1, 7, 16, 7, 2,
12 ഓക്കെ, ഇത് നിങ്ങളുടെ പേഴ്സണോ നിങ്ങളുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്റ്റ് ആവുന്നോ എന്ന് നോക്കുക. നമ്പർ ചിലപ്പം ഡേറ്റ് ആയിരിക്കാം, ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കാം, അല്ലെങ്കിൽ മന്ത് ആയിരിക്കാം. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് എൻ്റെ വ്യൂസിൻ്റെ പേഴ്സണ് കണക്ട് ചെയ്ത് ഇവിടെ ഫോളിൻ്റെ കാർഡ് വന്നിരിക്കുന്നത്? നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നു, ഞാൻ എടുത്ത വിഡ്ഢിത്ത തീരുമാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നു. അതിൽ നിന്ന് എല്ലാവരും മൂവ് ഓൺ ചെയ്യണം. അവർ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ചിന്തയാണ് വന്നിരിക്കുന്നത്, നിങ്ങളെക്കുറിച്ചുള്ളൊരു ചിന്ത. നിങ്ങൾ ചിലപ്പോൾ അവർ വിട്ടു പോയിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്കെതിരായിട്ട് അവരൊരു ചിന്ത എടുത്തിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഒരു പ്രവൃത്തി എടുത്തിട്ടുണ്ടായിരിക്കാം. അത് തെറ്റായി പോയി എന്ന് അവർ ചിന്തിക്കുന്നു. ഇപ്പോൾ നിങ്ങളിലേക്ക് കടന്നു വരണം. ചാരിയറ്റ് വന്നിരിക്കുന്നു, നിങ്ങളിലേക്ക് കടന്നു വരണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നു. നിങ്ങളിലേക്ക് കടന്നു വരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, ഇത് എംപററിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. നിങ്ങളുമായിട്ട് ഉണ്ടായ വാക്ക് തർക്കത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ഓർക്കുന്നു. മാത്രമല്ല നിങ്ങളുടെ പേഴ്സൺ ഉണ്ടാകേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വത്തെക്കുറിച്ച് അവർ ബോധവാനായിരിക്കുന്നു, അല്ലെങ്കിൽ ബോധവതിയായിരിക്കുന്നു. ഓക്കെ, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ താൻ നോക്കാതെ തൻ്റെ ഗോ വിത്ത് ഫ്ലോ, തൻ്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് താൻ പൊയ്ക്കളഞ്ഞു, അല്ലെങ്കിൽ തൻ്റെ ചില ഉത്തരവാദിത്തങ്ങളിലേക്ക് താൻ ശ്രദ്ധിച്ചിരുന്നിട്ടില്ല എന്ന് ഓർത്ത് നിങ്ങളുടെ പേഴ്സണ് ഒരു വിഷമം ഉണ്ടാകുന്നതായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു അനുഭവം ഈ അടുത്ത സമയത്ത് ഉണ്ടായി. ഇന്നലെയോ ഇന്നോ ഉണ്ടായി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത വന്നിരിക്കുന്നത് 10 ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. ഫാമിലിയെക്കുറിച്ചുള്ള ഓർമ്മകൾ നിങ്ങളുടെ പേഴ്സണ് ഉണ്ടായി. ഒരുപക്ഷെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിനോളം ലിവിങ് ടുഗദറോളം അത്രത്തോളം ബന്ധമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, നിങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്ന നിമിഷത്തെക്കുറിച്ച് അവർ ഓർക്കുകയുണ്ടായി. എത്രത്തോളം സന്തോഷമുണ്ടായിരുന്നു എന്നും ആ ഒരു നിമിഷത്തിൽ എന്തെല്ലാം അവർ സ്വപ്നം കണ്ടു എന്നും നിങ്ങൾ സ്വപ്നം കണ്ടുമെന്നും അവർ നിങ്ങളെക്കുറിച്ച് ഓർക്കുകയുണ്ടായി. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ ടവറിൻ്റെ കാർഡ് വന്നിരിക്കുന്നു. ടവർ നിങ്ങളുമായിട്ട് അവസാനിപ്പിച്ച്, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയിട്ടുള്ള എനർജി ആണെങ്കിൽ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും ഈ അടുത്ത സമയത്തായി വലിയ ഒരു മേജർ പ്രശ്നം, വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതേക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. ഏതെങ്കിലും റിലേഷനെ ചൊല്ലിയായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ബ്രേക്കപ്പ് വന്നത്, അല്ലെങ്കിൽ ചില വ്യക്തികളെ ചൊല്ലി നിങ്ങളുടെ ഇടയിൽ അടിയും വഴക്കും പ്രശ്നങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി കൊടുക്കണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുമായിട്ടൊരു ബ്രേക്കപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ടുണ്ടായ ശാരീരികമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് നിങ്ങളുടെ പേഴ്സൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നതായി കാണുന്നു. ഓക്കെ, പ്ലീസ് കേൾമി മദർ യൂണിവേഴ്സ്. നിങ്ങൾക്ക് മറ്റാരെങ്കിലുമായിട്ട് ഏതെങ്കിലും രീതിയിൽ കണക്ഷൻ ഉണ്ടോ എന്ന് പോലും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. 2 ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾ ഒരുപാട് അവരെ സ്നേഹിച്ചിരുന്നെന്നും അവരുടെ ഫാമിലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ടെന്നും നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്. കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും, അവരുടെ അച്ഛനോ അമ്മയ്ക്കോ വേണ്ടിയിട്ടാണെങ്കിലും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണെങ്കിലും നിങ്ങൾ ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പൈസ അല്ലെങ്കിൽ പോലും നിങ്ങൾ മാനസികമായും ശാരീരികമായും ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട് എന്ന് നിങ്ങളുടെ പേഴ്സൺ ആലോചിക്കുകയും നിങ്ങളോട് ഒരു സ്നേഹം തോന്നുകയും, നിങ്ങൾ തന്നതുപോലെ നിങ്ങൾക്ക് തിരിച്ചും അതുപോലെ സ്നേഹം കൊടുക്കണമെന്നും കെയർ കൊടുക്കണമെന്നും നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് ചിന്തിക്കുന്നുണ്ട്. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി വന്നിരിക്കുന്നു. നൈറ്റ് ഓഫ് കപ്പിൻ്റെ എനർജി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായി വരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ അവരെ മുന്നോട്ട് നയിക്കുന്നതിന് വളരെ സ്ലോ ആക്ഷനാണ് വരുന്നത്. കാരണം നിങ്ങൾ ഇഗ്നോർ ചെയ്യുമെന്ന് അവർ വിശ്വസിക്കുന്നു. ഓക്കെ, 4 ഓഫ് കപ്പിൻ്റെ എനർജി. ഇത്രയും നാളും നിങ്ങളായിരിക്കും അവരുടെ മുമ്പിൽ ഓരോ ഓഫറുമായി പോയിരുന്നത്. ആ സമയത്തെല്ലാം അവർ നിങ്ങളെ ഇഗ്നോർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് നിങ്ങളിലേക്ക് വരാൻ ഒരു ഭയം തോന്നുന്നു. കാരണം അപമാന ഭയം, മാനസികമായിട്ട് ഞാൻ തോറ്റുപോകുമോ എന്ന് നിങ്ങളുടെ പേഴ്സൺ ഭയക്കുന്നു. ഒരിക്കലും നിങ്ങളുടെ മുന്നിൽ അവർ തോൽക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, വെയിറ്റ് ചെയ്യുകയാണ്. കാരണം നിങ്ങൾ അവരിലേക്ക് കടന്നു വരണം. എല്ലാ തോൽവിയും നിങ്ങൾ ഏറ്റുകൊണ്ട്, എല്ലാ കുറ്റങ്ങളും നിങ്ങൾ ഏറ്റുകൊണ്ട് അവരുടെ മുന്നിലേക്ക് നിങ്ങൾ ചെന്ന് ചേരണമെന്നാണ് അവർ പറയുന്നത്. തെറ്റുകളെല്ലാം നിങ്ങളുടേതാണെന്ന് നിങ്ങൾ അംഗീകരിച്ചു കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് അവരുടെ കാൽക്കൽ ചെന്ന് വീഴണം എന്നുള്ളതാണ് അവർ ചിന്തിക്കുന്നത്. അവർ താന്നു തരാനോ അവരുടെ ഈഗോ മാറ്റുവാനോ അവർ തയ്യാറല്ല. പക്ഷെ നിങ്ങളെ അവർക്ക് വേണം. പക്ഷേ തോൽവി അവർ സമ്മതിച്ചു തരില്ല എന്നുള്ളതാണ് അവർ കർക്കശം പിടിച്ചിരിക്കുന്ന വാക്ക്. ഓക്കെ, നിങ്ങളിപ്പോൾ കോൾ ചെയ്തിരുന്നാലും നിങ്ങളെ അവർ കുറ്റക്കാരാക്കി വിധിച്ച് മാറ്റി നിർത്തത്തേ ഉള്ളൂ.
അല്ലാതെ അവരുടെ ഭാഗത്ത് തെറ്റ് പറ്റിപ്പോയി എന്ന് പറഞ്ഞ് അവർ വരത്തില്ല. നീ കാരണമാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്, ഇപ്പോൾ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലോട്ട് പോയതും നീ കാരണമാണ് എന്നേ പറയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങളാണോ പിടിച്ച് തേർഡ് പാർട്ടിയുമായിട്ട് ചേർത്ത് വെച്ചത് എന്ന് ചോദിച്ചാൽ പോലും പറയും അത് നിൻ്റെ സ്വഭാവം കാരണമാണ് ഞാൻ അങ്ങനെ പോയതെന്ന് പറഞ്ഞ് തോൽവി മുഴുവനും നിങ്ങളിലേക്ക് തന്ന് വിജയം എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നമുക്ക് നോക്കാം നിങ്ങളുടെ സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഈ മൂണിൻ്റെ എനർജി എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിനെ ഈ മൂണിൻ്റെ എനർജി എങ്ങനെയാണ് ബാധിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും ഈ മൂണിൻ്റെ എനർജി ഓരോ വ്യക്തികളെയും ബാധിച്ചിരിക്കും. കാരണം സമുദ്രത്തെ പോലും ഒരു മാറ്റം കൊണ്ടുവരാനുള്ള ശക്തി ഈ യൂണിവേഴ്സിന് ഉണ്ടെങ്കിൽ എന്നെയും നിങ്ങളെയും പോലുള്ള വ്യക്തികളിൽ എന്തെല്ലാം മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. മൂണിൻ്റെ എനർജി എൻ്റെ വ്യൂസിൻ്റെ സാമ്പത്തിക നിലയിൽ എന്ത് മാറ്റമാണ് കൊണ്ടുവന്നിരിക്കുന്നത്? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 2 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, ഒരു ബാലൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങളുടെ സാമ്പത്തിക നില കുറച്ചുകൂടി ഉയർത്തപ്പെടും എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, ഈ ഒരു ലെവലിൽ നിന്നിരുന്നതായിട്ടുള്ള നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി ഉയരങ്ങളിലേക്ക് പോകുന്ന ഒരു എനർജിയാണ്. വേലിയേറ്റവും വേലിയിറക്കവും പോലെ നിങ്ങൾക്ക് ഇത്രയും നാൾ വേലിയിറക്കത്തിലായിരുന്നെങ്കിൽ ഇനി ഒരു സാമ്പത്തിക സ്ഥിതിയിൽ ഒരു വേലിയേറ്റം തന്നെയാണ് ഉണ്ടാകുന്നത്. സണ്ണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 2 മൂണിൻ്റെ കാർഡാണ് ഇവിടെ വന്നിരിക്കുന്നത്. നമ്പർ 2 മൂണിൻ്റെ കാർഡാണ്. അത് നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ ബാധിച്ചിരിക്കുന്നു, വേലി ഏറ്റം ഉണ്ടായിരിക്കുന്നു. ഓക്കെ, പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 3, 9, 14, 3, 5, 2, 10, 1. ഓക്കെ, നിങ്ങൾ സാമ്പത്തികവുമായിട്ടോ നിങ്ങളുമായിട്ടോ ഇതിലെന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് നോക്കുക. നിങ്ങൾ ആരിൽ നിന്നെങ്കിലും സാമ്പത്തികം വാങ്ങിച്ചതോ കൊടുത്തതോ ആയിട്ടുള്ള മന്തുമായിട്ടോ ഡേറ്റുമായിട്ടോ ഇതിന് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് നോക്കുക. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തുമായിട്ടോ മാസമായിട്ടോ ഇതിന് ബന്ധമുണ്ടോ എന്ന് നോക്കുക. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് ഇവിടെ 3 ഓഫ് പെൻഡിക്കിൾ വന്നിരിക്കുന്നത്? നിങ്ങൾ ചില വ്യക്തികളോട് പണം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരിക്കാം. അത് ചിലപ്പോൾ അങ്ങോട്ടായിരിക്കാം ഇങ്ങോട്ടായിരിക്കാം. നിങ്ങളെ ഇഗ്നോർ ചെയ്തിരുന്ന ഒരു സാഹചര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയായിരിക്കാം. എങ്കിലും നിങ്ങൾ പ്രതീക്ഷ കൈവിടണ്ട, നിങ്ങൾക്കത് ലഭിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ കുറച്ച് സമയത്തേക്കെങ്കിലും അവർ അത് ഇഗ്നോർ ചെയ്ത് നിർത്തിയിരുന്ന ഒരു എനർജി ആയിരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ വിചാരിച്ചു അതൊരിക്കലും നടക്കാനൊന്നും പോകുന്നില്ല, കുറേ നാളായി അതിൻ്റെ പിറകെ നടക്കുന്നു, അത് നടക്കില്ല എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾക്ക് ഇവിടെ അനുകൂലമായിട്ട് ഒരു മറുപടി വരുന്നു. കിങ് ഓഫ് കപ്പ്. ഓക്കെ, അടുത്ത് വന്നിരിക്കുന്നു 9 ഓഫ് സോഡിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചില സാമ്പത്തിക കാര്യങ്ങളിൽ വളരെ ഡിപ്രഷനായിട്ട് നിങ്ങൾക്ക് ഉറക്കം പോലും നഷ്ടപ്പെട്ട ഒരു എനർജിയിൽ കൂടി നിങ്ങൾ കടന്നു പോകുന്നു എങ്കിൽ അതിൽ നിങ്ങൾക്ക് ഒരു ഡെവിളിൻ്റെ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തെ തകർത്തിരുന്നത്. ഇതിൽ നോക്കിയാൽ മനസ്സിലാവും. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളറാണ് വന്നിരിക്കുന്നത്. ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്ക് ഒരു ഡെവിൾ എനർജി, ഒരു നെഗറ്റീവ് എനർജി ആയിരുന്നു നിങ്ങളെ ഒരു പാവയെ പോലെ. ഓക്കെ, ഒരു നൂൽപ്പാവ എങ്ങനെയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് അതുപോലെ ഡെവിൾ നിങ്ങളെ സാമ്പത്തിക കാര്യത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു നിമിഷം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അതിനെല്ലാം ഒരു മാറ്റം വരുന്നു. 8 ഓഫ് വാണ്ടിൻ്റെ എനർജിയാണ്. നിങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങളിൽ ഉയർച്ച വരാൻ പോകുന്നു. ഓക്കെ, ഇവിടെ ഗ്രോത്ത് ആണ് വരുന്നത്. ഗ്രോത്ത് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക കാര്യത്തിൽ ഈ ഡെവിൾ കൺട്രോൾ ചെയ്തിരുന്ന ആ ഒരു കാര്യത്തിൽ ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നു. എന്ത് മാറ്റമാണെന്ന് നോക്കട്ടെ. പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഈ ഡെവിളിൻ്റെ എനർജിയിൽ നിന്ന് എൻ്റെ വ്യൂസ് പുറത്ത് വരുമോ? ഈ മൂണിൻ്റെ എനർജിയിൽ ഡെവിളിൻ്റെ കൺട്രോളിൽ നിന്നും എൻ്റെ വ്യൂസ് പുറത്ത് വരുമോ? പ്ലീസ് കേഡ് മി മദർ യൂണിവേഴ്സ്. ഈ സാമ്പത്തിക കാര്യത്തിൽ ഡെവിളിൻ്റെ കൺട്രോളിൽ നിന്നും എൻ്റെ വ്യൂസ് പുറത്ത് വരുമോ? തീർച്ചയായിട്ടും നിങ്ങൾ പുറത്ത് വരുന്നതാണ്. നിങ്ങൾക്ക് സണ്ണിൻ്റെ കാർഡ് വരുന്നുണ്ട്. ഓക്കെ, അടഞ്ഞിരുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ തുറക്കാൻ പോകുന്നു. ഓക്കെ, സണ്ണിൻ്റെ കാർഡാണ് വന്നിരിക്കുന്നത്. ഡെവിളിൻ്റെ എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്ത് വരുന്നതാണ്. താങ്ക് യു യൂണിവേഴ്സ്. അടുത്ത കാര്യങ്ങൾ വന്നിരിക്കുന്നത് ബാലൻസ് ആണ്. സാമ്പത്തിക കാര്യങ്ങൾ എൻ്റെ വ്യൂസിന് ബാലൻസ് ലഭിക്കുന്നതാണ്. ഇവിടെയും സണ്ണ് വന്നിരിക്കുന്നു. ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ തളർന്നിരുന്ന, നിങ്ങൾക്ക് പറക്കാൻ പോലും കഴിയാത്ത ഒരു
സാഹചര്യത്തിലായിരുന്നു സാമ്പത്തിക കാര്യത്തിൽ നിങ്ങൾ നിന്നിരുന്നതെങ്കിൽ നിങ്ങളുടെ ശക്തി വന്നിരിക്കുന്നു. സ്പിരിച്വലായിട്ട് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. മുന്നോട്ട് പോകാൻ കഴിയാതെ കൈയും കണ്ണും എല്ലാം കെട്ടിയിരുന്ന ഒരു എനർജിയിൽ കൂടിയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇന്നർ സ്ട്രെങ്ത് ലഭിച്ചിരിക്കുന്നു. യൂണിവേഴ്സിൽ നിന്നും ശക്തി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. സ്പിരിച്വൽ ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. നിങ്ങൾക്കിപ്പോൾ ശാന്തിയും സമാധാനവും നിങ്ങൾക്ക് ലഭിക്കുന്നു. തളർന്നു പോയിരുന്ന ചിറകുകളെല്ലാം നിങ്ങൾക്ക് ശക്തി പ്രാപിച്ചിരിക്കുന്നു. നിങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾക്കും ബിസിനസ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കും ഉയർന്ന് പറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശക്തി യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു. കാലിയായി കിടന്നിരുന്ന സാമ്പത്തികത്തിൽ നിക്ഷേപങ്ങൾ വന്ന് നിറയാൻ പോകുന്നു. നിങ്ങളുടെ ബാങ്ക് ബാലൻസ് അതിലേക്ക് സാമ്പത്തികം ഒഴുകി എത്തുവാൻ പോകുന്നു. നിങ്ങൾക്കിത് അഫർമേഷൻ ചെയ്യാം. ഓക്കെ, ഇവിടെ നിന്ന് മറ്റൊരു യൂണിവേഴ്സ് നിങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളെ നിറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഇവിടെ സ്റ്റാർട്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സൺ ഇവിടെ വന്നിരിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വഴി നിങ്ങൾക്ക് തെളിയുന്നു. നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും നിങ്ങളിപ്പോൾ സങ്കടപ്പെടുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സാമ്പത്തികവുമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സങ്കടപ്പെടുകയാണെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ബാലൻസ് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വരുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ എല്ലാത്തരം സോഡിയാക് സൈനും ഇവിടെ വന്നിട്ടുണ്ട്. ഒരു സോഡിയാക് സൈനിലും മാറ്റമില്ല. 12 സോഡിയാക് സൈനും ഇവിടെ വന്നിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ എനർജി കറക്റ്റ് ആകുന്നതാണ്. പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് വന്നിരിക്കുന്നത്? ഇവിടെ ടൈം വന്നിരിക്കുന്നത് നിങ്ങളുടെ ഗ്രോത്തിനെ സൂചിപ്പിക്കാനാണ് ഇവിടെ കയറി വന്നിരിക്കുന്നത്. താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ഗ്രോത്ത് വന്നു ചേരുന്നു. ഓക്കെ, നിങ്ങൾ ഏത് കാര്യത്തിലാണോ ഒരുപാട് തകർന്ന് തരിപ്പണമായി ചീറ്റിങ് സംഭവിച്ച് നിങ്ങൾ ഇരുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഇവിടെ നിറഞ്ഞൊഴുകുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് വരുന്നു. നിങ്ങൾക്ക് ഗ്രോത്ത് വരുന്നുണ്ട്. ഓക്കെ, സണ്ണ് നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ സണ്ണാണ് വന്നിരിക്കുന്നത്. 10 ആണ്. 10 നമ്പർ 10 എന്ന് പറയുമ്പോഴത്തേക്ക് സണ്ണിൻ്റെ കാർഡാണ്. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു. ഓക്കെ, നിങ്ങൾക്ക് നീതി ലഭിക്കുന്നു. ചെയ്യാത്ത തെറ്റുകൾക്കെല്ലാം നിങ്ങൾ അപവാദം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ടെന്ന് പറയാൻ പാടില്ല. നിങ്ങൾ അധ്വാനിച്ച പൈസ, ഓക്കെ, നിങ്ങളുടെ അധ്വാനിച്ച പൈസ നിങ്ങൾ മറ്റാരെങ്കിലും നിങ്ങളെ ചതിച്ചു കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീതി ലഭിക്കുന്നുണ്ട്. ആ പണം നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അവകാശപ്പെട്ടത് നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ സ്ട്രെങ്ത് കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് വിജയം വരുന്നുണ്ട്. അതിവേഗമാണ് നിങ്ങൾക്ക് വിജയം വരുന്നത്. കിങ് ഓഫ് സോഡിൻ്റെ എനർജി, നിങ്ങൾ സ്ട്രെങ്ത് വരുന്നുണ്ട്. ജസ്റ്റിസ് നിങ്ങളിലേക്ക് കടന്നു വരുന്നുണ്ട്. ഓക്കെ, ഹാപ്പി ഫാമിലി നിങ്ങൾക്ക് വരുന്നുണ്ട്. ഹാപ്പി ഫാമിലി വരണമെങ്കിൽ സാമ്പത്തികം അങ്ങോട്ടേക്ക് ഒഴുകിയെത്തണം. വീണ്ടും 10 നമ്പറാണ് വന്നിരിക്കുന്നത്. സണ്ണിൻ്റെ കാർഡ് നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം കൊണ്ട് നിറയാൻ പോകുന്നു. ഒരു സാമ്പത്തികത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെ നിങ്ങളിലേക്ക് കടന്നു വരാൻ പോകുന്നു. ഓക്കെ, സാമ്പത്തികപരമായിട്ട് നിങ്ങൾക്ക് ഉയർച്ചയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾ അഫർമേഷൻ ചെയ്യുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ ഒരു നിമിഷം തന്നെ നിങ്ങളുടെ അക്കൗണ്ടിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പേഴ്സ് കയ്യിലിരിക്കുന്നു എങ്കിൽ ആ പേഴ്സിനെ ഒന്ന് തൊട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇതിലേക്ക് സാമ്പത്തികത്തിൻ്റെ അനുഗ്രഹം ഓരോ ദിവസവും നിങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ് നിങ്ങളുടെ ആ പേഴ്സ് എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇതിനെ ഒന്ന് നിറച്ച് തരണമേ. അന്ന് ചിലപ്പോൾ നിറച്ച് തന്നില്ല, ഇന്ന് നിറച്ച് തന്ന് അന്ന് തന്നെ പോയി നോക്കരുത്, ഇതിലൊന്നും വരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് മടുത്ത് പോകരുത്. നിങ്ങൾ അതിനെ എന്നും അനുഗ്രഹിക്കുക. നിങ്ങൾക്കതിൽ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വണ്ണം ആ പേഴ്സിൻ്റെ കനം കൂടി വരുന്നത് കാണാം. അത് വെറുതെ കനക്കുന്നതല്ല. നിങ്ങളുടെ ആ ഒരു 500 നോട്ടുകൾ 500 നോട്ടുകൾ ഇങ്ങനെ അടുക്കി വെച്ച് നിങ്ങൾക്ക് ആ പേഴ്സിൻ്റെ വണ്ണം കൂടി വരുന്നതായി നിങ്ങൾക്ക് കാണാം. എന്നും നിങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ അക്കൗണ്ടിനെ നിങ്ങളുടെ ഗൂഗിൾ പേ ഒക്കെ ഒന്ന് അനുഗ്രഹിക്കുക. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. താങ്ക് യു യൂണിവേഴ്സ്. ഇവിടെ വന്നിരിക്കുന്നത് വേലിയേറ്റമാണ്. ഓക്കെ, നിങ്ങളുടെ സാമ്പത്തിക നിലയിൽ നിങ്ങൾക്ക് വേലിയേറ്റം സംഭവിക്കുന്നു. വിദേശയാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് വിദേശയാത്ര ലഭിക്കുന്നതാണ്. സാമ്പത്തികം നിങ്ങളെ തേടി എത്തുന്നു, നിങ്ങളുടെ കൈപ്പിടിയിൽ വന്നു ചേരുന്നു. ഓക്കെ, താങ്ക് യു. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൺ കൊടുക്കുന്നതായിട്ടുള്ള മെസ്സേജ് എന്താണ്? പ്ലീസ് കേഡ്മി മദർ യൂണിവേഴ്സ്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്. ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? യൂണിവേഴ്സിൻ്റെ പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്താണ്? ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, ഇത് 1, 2, 3. ഓക്കെ, കാണുന്നുണ്ടോ? ഓക്കെ, എല്ലാം കാണുന്നുണ്ടല്ലോ അല്ലേ? അപ്പം നമുക്ക് നോക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജാണ് ഫസ്റ്റ് നോക്കുന്നത്.
ഇവിടെ ഹൃദയം തകർക്കുന്ന വേദനയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. നിങ്ങളെ ഹൃദയവേദന തന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നുണ്ട്. നിങ്ങളെ തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നതായിട്ടുള്ള ഒരു എനർജിയാണ് വരുന്നത്. ഇവിടെ അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ മുമ്പ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം എന്നവർ പറയുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളെല്ലാം അവർക്ക് ഒന്ന് ചേഞ്ച് ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു. അവർ നേരെയാകാൻ തീരുമാനിച്ചിരിക്കുന്നു. തേർഡ് പാർട്ടിയെല്ലാം എടുത്ത് മാറ്റിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരണം. നിങ്ങളെ വേദനിപ്പിച്ചതിൽ അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവരെ തന്നെ നേരെയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്ന മെസ്സേജ് നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കുന്നു. അത് തന്നെയാണ് ഇവിടെ. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് കുറ്റബോധം തോന്നി തുടങ്ങുന്നു. അത് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ്. നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കും. ഓക്കെ, താങ്ക് യു യൂണിവേഴ്സ്. അപ്പോൾ അടുത്ത കാർഡ് നോക്കാം. രണ്ടാമത്തെ കാർഡുകാർക്ക് നിങ്ങളുടെ പേഴ്സൺ നൽകുന്ന മെസ്സേജ്. താങ്ക് യു യൂണിവേഴ്സ്. ഒരു ന്യൂ ബിഗിനിങ് ആണ് വരുന്നത്. നിങ്ങളുടെ പേഴ്സൺ ചില കാര്യങ്ങൾ അവസാനിപ്പിച്ച് നിങ്ങളിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നമ്മുടെ ജീവിതത്തിൽ ഇനിയൊരു ഗ്രോത്ത് വേണം, എല്ലാ കാര്യങ്ങളും ഒന്നേ എന്ന് പറഞ്ഞ് തുടങ്ങണം എന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങളോട് ചെയ്ത തെറ്റുകൾക്ക് അവർ മാപ്പ് ചോദിക്കുന്നു. എന്ത് തെറ്റ് ഞാൻ നിന്നോട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെല്ലാം എന്നോട് നീ മാപ്പ് തരിക, നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് എല്ലാ കാര്യങ്ങളും തുടങ്ങാം, സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് നൽകുന്ന മെസ്സേജ് എന്ന് പറയുന്നത് ഒരു ഇന്നർ വോയിസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇൻറ്റ്യൂഷൻ പവർ ലഭിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണിൽ നിങ്ങളുടെ യൂണിവേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ നല്ലതും ചീത്തയും എല്ലാം നിങ്ങളുടെ പേഴ്സണിന് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സ് നൽകി കൊടുക്കുന്നു. യൂണിവേഴ്സിൻ്റെ എനർജി, നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങളുടെ പേഴ്സണെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇപ്പോൾ സ്പിരിച്വലായിട്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം തോന്നി എല്ലാ വിഷമങ്ങളും നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ട് വയ്ക്കുവാൻ യൂണിവേഴ്സ് തീരുമാനിച്ചിരിക്കുന്നു. ഓക്കെ, പേഴ്സൺ നിങ്ങളുടെ കാൽക്കൽ വീഴുന്നു. ഇവിടെ ചന്ദ്രനെ കാണാം. ഓക്കെ, അപ്പോൾ പേഴ്സൺ നിങ്ങളടുത്ത് പറയുകയാണ്, എന്നോട് ക്ഷമിക്കുക, ഞാൻ ചെയ്തു പോയ എല്ലാ കാര്യങ്ങളും നീ എന്നോട് ക്ഷമിച്ച് തരണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും യൂണിവേഴ്സ് നിങ്ങളുടെ കാൽ കീഴിൽ കൊണ്ടുവരുന്ന ഒരു എനർജിയാണ് നിങ്ങൾക്ക് തരുന്ന മെസ്സേജ്. ഓക്കെ, മൂന്നാമത്തെ കാർഡുകാർക്ക് ഇവിടെ 3 ഓഫ് പെൻറ്റിക്കിളിൻ്റെ എനർജിയാണ് വരുന്നത്. സാമ്പത്തികവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ചില കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആ പണം തിരികെ തരണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിന്നോടൊപ്പം തന്നെ എൻ്റെ ജീവിതം മുഴുവനും സ്പെൻഡ് ചെയ്യണമെന്ന് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു പക്ഷേ നിങ്ങളെ ഇരുട്ടിലാക്കിക്കൊണ്ട് നിങ്ങളിൽ നിന്നും കടന്നുപോയ ഒരു വ്യക്തിയായിരിക്കാം. ഇപ്പോൾ അവർക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. നിങ്ങളിൽ നിന്നും കൊണ്ടുപോയ കാര്യങ്ങളെല്ലാം തിരിച്ച് തരണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പക്ഷേ സ്നേഹമായിരിക്കാം, സമയമായിരിക്കാം. നിങ്ങളെ ഇരുട്ട് റൂമിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിങ്ങളിലേക്ക് കടന്നു വന്ന് നിങ്ങളുടെ ലൈഫിൽ പ്രകാശം നൽകണം. തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് കടന്നു പോയിട്ടുണ്ടെങ്കിൽ തിരികെ നിങ്ങളിലേക്ക് കടന്നു വരണം, നീയുമായിട്ട് എനിക്ക് ജീവിക്കണം എന്ന് പറയുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നു, നിങ്ങളെ ചതിച്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ചതി പറ്റി പോയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തിരികെ എത്തിയിരിക്കുന്നു, തിരികെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഓക്കെ, നിങ്ങൾക്ക് ചീറ്റിംഗ് സംഭവിച്ചിട്ടുണ്ടോ? നിങ്ങളെ ചതിച്ചു പോയതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കി അവർ നിങ്ങളിൽ തന്നെ വന്നു ചേരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സും നിങ്ങളുടെ പേഴ്സണും നൽകുന്നതായിട്ടുള്ള മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്കിത് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ദയവായി ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ റിലേഷനെ കുറിച്ച് ഒരു കമൻ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ പുതിയ റിലേഷൻ ഉള്ള വ്യക്തികൾക്ക് മാത്രമാണിത്. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ചില പുതിയ റിലേഷനിലേക്ക് കടന്നു പോയിട്ട് അവരുടെ ഭാഗത്ത് നിന്നും എന്തുകൊണ്ടാണ് ഒരു യെസ് എന്നുള്ള ആൻസർ വരാത്തത്? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. വരുമോ? പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്. 1 2. ഓക്കെ, നിങ്ങളൊരു കാർഡ് സെലക്ട് ചെയ്യുക. നിങ്ങളിപ്പോൾ സെലക്ട് ചെയ്ത വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് ഒരു പുതിയ റിലേഷന് അത് എസ് എന്നുള്ള മറുപടി വരുമോ? നിങ്ങൾ ആഗ്രഹിക്കുന്ന മറുപടി അവരിൽ നിന്നും ലഭിക്കുമോ? ഓക്കെ, ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾക്ക് ഇപ്പോൾ സൈലൻ്റ് ആണ്. ഇപ്പോൾ അവർക്ക് നിങ്ങളോട് ഒരു മറുപടിയും ഓപ്പൺ ആക്കാൻ ഇപ്പോൾ അവർ ശ്രമിക്കുന്നില്ല. അവർക്ക് ചില കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. അവർ ആലോചിച്ചിട്ട് ഈ കാര്യങ്ങളിലേക്ക് എടുത്ത് ചാടുകയുള്ളൂ. ഓക്കെ, അവർ കുറച്ച് നോളജുള്ള വ്യക്തിയാണ്. ഓക്കെ, രണ്ടാമത്തെ കാർഡ് സെലക്ട് ചെയ്ത വ്യക്തികൾ അവർ ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്. നിങ്ങളോട് യെസ് പറയണോ നോ പറയണോ എന്നുള്ള ചിന്തയിൽ അവർ
നിൽക്കുന്നു. ഓക്കെ, അപ്പം ഇതിൽ ചാൻസസ് കൂടുതലാണ്, ഇതിൽ ചാൻസസ് കുറവാണ്. കാരണം ഇവർ നല്ല രീതിയിൽ ആലോചിച്ച്, നിങ്ങളുടെ ഭാഗത്ത് എത്രയെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവർ നോ പറയും. ഇവർ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തിയാണ്. ഇത് പിന്നെ കുഴപ്പമില്ല, ജഗിൾ ചെയ്യുന്ന വ്യക്തിയാണ്. അത് നിങ്ങളുടെ ലൈഫിൽ വന്നിരുന്നാലും ഇതേ ജഗിളിങ് സിറ്റുവേഷൻ തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ എസ് പെട്ടെന്ന് വരാനുള്ള സാധ്യതയുണ്ട്. ഇതിൽ വളരെ പതുക്കെ വന്നിരുന്നാലും നല്ല സ്ട്രോങ് മറുപടി ആയിരിക്കും ഇവിടെ നിന്ന് ലഭിക്കുന്നത്. ഇവിടെ എസ് പറഞ്ഞിരുന്നാലും പിന്നീട് അത് നോ ആകാനുള്ള സാധ്യത ഉണ്ട്. ഓക്കെ, അപ്പം എൻ്റെ ചാനൽ കൂടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. ലൈക്ക് മറക്കരുത്. താങ്ക് യു.